ഇന്ന് നമുക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു മീലായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമി ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഈ ക്രീമി ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് എൻ്റെ ഒരു വേർഷനുള്ള ഒരു റെസിപ്പിയാണ്. അതിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് ചിക്കൻ തൈസ് ഉണ്ടെങ്കിൽ ചിക്കൻ തൈസ് ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ചിക്കൻ്റെ പീസസ് ഇച്ചിരി വലുതായിട്ട് എടുക്കുക. അപ്പോൾ വിത്ത് സ്കിന്നായിട്ടുള്ള പീസാണ് നല്ലത്. ആദ്യം മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത്, ഏകദേശം 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒലിവ് ഓയിൽ, പെപ്പർ, ഉപ്പ്, പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചത്. ഇതിലേക്ക് ചിക്കൻ, ഇതേപോലെ ചിക്കൻ തൈസ് ആണ് ഏറ്റവും നല്ലത്. തൈസ് ഇല്ലെങ്കിൽ ചിക്കൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു വിത്ത് സ്കിൻ എടുക്കുക, അതിനെ ഒരു 8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ പീസ് ഉപയോഗിച്ചാലും മതി. ഓരോ പീസിൽ ഇത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതേ കുറച്ച് നാരങ്ങ നീരൂടെ ചേർക്കാനായിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീരൂടെ ചേർക്കുക. അപ്പോൾ നന്നായിട്ട് 2 സൈഡിൽ നന്നായിട്ട് തേച്ച ശേഷം ഇത് കവർ ചെയ്ത് ഒരു മിനിമം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്തേക്കുമായിരുന്നു. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം കുറച്ച് ബട്ടറോടെ വേണേൽ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തു. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഈ ഒരു പ്രിപ്പറേഷൻ നല്ല. അതിന് പകരം സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ അങ്ങനെ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നമുക്ക് ഓരോ പീസ്, ഇന്നിപ്പോൾ 4 പീസ് മീറ്റാണ്. നല്ല ബ്രൗൺ ആകുന്ന വരെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡായി കഴിയുമ്പോൾ ടേൺ ചെയ്ത് മറ്റേ സൈഡ് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ടേൺ ചെയ്യാം. മറ്റേ സൈഡ് ഇതുപോലെ ഈ ഒരു കളറാവണം. രണ്ട് സൈഡും ഇതുപോലെ ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. ചിക്കൻ കുക്ക്ഡ് അല്ല, ഇത് ജസ്റ്റ് ഒരു കളറിങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഫ്ലെയിം കുറച്ച് വെക്കാം. ഈ സെയിം ഓയിലിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഫൈൻ ചോപ്പ് ചെയ്തത്. അതിനൊപ്പം തന്നെ ഒരു സവോള, ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തു. ഇറച്ചി ഇതിനകത്ത് തന്നെ കുക്ക് ചെയ്തുകൊണ്ട് ഒത്തിരി കരിഞ്ഞ പോർഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, പീസുകളുണ്ടെങ്കിൽ. പക്ഷേ സെയിം ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഫ്ലേവർ. ഇതിനകത്ത് നല്ല ഇറച്ചിയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പം ചെറിയ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഈ ഒരു പരുവേ ആയിട്ടുള്ളൂ, ഒന്ന് സോഫ്റ്റായി. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് മഷ്റൂം, 200 ഗ്രാം മഷ്റൂംസ് ആണ്, ബട്ടൺ മഷ്റൂംസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോ മഷ്റൂമും 4ആയിട്ട് കീറിയാണ് എടുത്തേക്കുന്നത്. ഈ മഷ്റൂം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഒന്നിനെ 3ആയിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്, ഒരു ചെറിയ ക്യാരറ്റായിരുന്നു. അതേപോലെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്, പൊട്ടേറ്റോ ഒരു 3 എണ്ണം. ഒരെണ്ണത്തിനെ 2ആയിട്ട്, ചെറിയ പൊട്ടേറ്റോ ആണ്, അതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുക. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം.
ഇതിനകത്ത് മസാലകളോ ഒന്നുമില്ല, നമ്മളാകെ പെപ്പർ മാത്രമേ ഉള്ളൂ. ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ ഇട്ട ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് സ്റ്റോക്ക് ചേർക്കാം. സ്റ്റോക്ക് അല്ലെങ്കിൽ വെള്ളം ചേർക്കാം. ഞാനിവിടെ ചിക്കൻ സ്റ്റോക്കാണ് ചേർത്തേക്കുന്നത്. ചിക്കൻ്റെ ബോൺ എല്ലാം കൂടി ഇട്ട് കുക്ക് ചെയ്ത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സ്റ്റോക്ക് ക്യൂബ് കിട്ടും. സ്റ്റോക്ക് ക്യൂബ് ഒരു 1.5 കപ്പ് വെള്ളത്തിലേക്ക് ഒരു പകുതി സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് മിക്സ് ചെയ്ത് ചേർത്താലും മതി. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇറച്ചിയെല്ലാം ഇട്ട് സ്റ്റോക്ക് ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ബോയിൽ വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് എരിവും ഒക്കെ പാകത്തിനാണോ ചെക്ക് ചെയ്യുക. നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. നമ്മൾ ചിക്കൻ തൈസ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കൂടുതൽ നേരം എടുക്കും. തീ കുറച്ച് ഒരു 25 മിനിറ്റ് ഇപ്പം കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത ശേഷം വീണ്ടും കുക്ക് ചെയ്യാം. നമ്മൾ 25 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നന്നായിട്ട് ഗ്രേവി ഉണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങി നല്ല ഗ്രേവി ഉണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ചെക്ക് ചെയ്തിട്ട് പെപ്പറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അവരവരുടെ ഫാമിലിയുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ 1.5 ടീസ്പൂൺ പെപ്പറാണ് ഇപ്പോൾ ഇതുവരെ ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ക്രീം കൂടെ ചേർക്കണം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പെപ്പറിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് വേറെ ഒരു ഹെർബ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ പെപ്പറിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കുക. തീ കുറച്ച് വെച്ച ശേഷം നമുക്ക് ക്രീമിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളൊരു 6 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഫ്ലെയിം കുറച്ച് വെക്കുക. നല്ലൊരു ചൂടാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയേക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക്. ഇത് ചൂടാറുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്കാവും. ക്രീം ഉള്ളതാണല്ലോ, അപ്പോൾ ആ ഒരു തിക്നെസ് കിട്ടും. അപ്പോൾ സിമ്പിൾ ഗ്രേവിയാണ്, പക്ഷെ നല്ല ടേസ്റ്റി ഒരു പ്രിപ്പറേഷനാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ക്രീമി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് നമ്മളൊരു 1 പോട്ട് മീലായിട്ട് സെർവ് ചെയ്യാം. കാരണം ഇതിനകത്ത് വെജിറ്റബിൾസും മീറ്റും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ വേറൊരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലൂടെ നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗാർലിക് ബ്രെഡ് അല്ലെങ്കിൽ ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്ത നല്ലൊരു കോമ്പിനേഷനാണ്. കൂടാതെ നമുക്കൊരു ഇതിൻ്റെ കൂടെ സാലഡ് കൂടെ ഉണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യുക. ടൈമൊന്നും ഇല്ലാത്തപ്പം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഓപ്ഷനാണ്. എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുക്കിംഗ് ടൈം മാത്രമേ ഉള്ളൂ. ആ ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് കുക്കിങ്ങിൻ്റെ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒത്തിരി കറികളും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.